ഗസയിലെ ഖാൻ യൂനിസിന് നേരെ വ്യാപക ആക്രമണം നടത്തി ഇസ്രായേൽ. വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു മരണവും നിരവധി ഫലസ്തീനികൾക്ക് പരിക്കും. വെസ്റ്റ് ബാങ്കിലും ഒരു ഫലസ്തീൻ യുവാവ് കൊല്ലപ്പെട്ടു. 55 നാൾ നീണ്ട വെടിനിർത്തൽ വേളയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 70 കുട്ടികൾ കൊല്ലപ്പെട്ടതായി യുനിസെഫ്. ഇസ്രായേൽ ജയിലിലെ പീഡനത്തിൽ 3 ഫലസ്തീനികൾക്ക് ദാരുണാന്ത്യം. $34 ബില്യൺ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ച ഇസ്രായേൽ. ഇസ്രായേലിലെ ഹമാസ് വിരുദ്ധ സംഘത്തലവന്റെ കൊല എല്ലാ ഒറ്റുകാർക്കുമുള്ള മുന്നറിയിപ്പെന്ന് ഹമാസ്. ബാക്കിയുള്ള സംഘാംഗങ്ങളോട് ആയുധം വെച്ച് കീഴടങ്ങാനും ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ നേതാവ് മർവാൻ ബർഗൂദിക്ക് മർദ്ദനമേറ്റതായി ബന്ധുക്കൾ. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ പറഞ്ഞതുപോലെ തന്നെ വെടിനിർത്തൽ കരാറിന് യാതൊരു വിലയും നൽകാതെ ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ ഖാൻ യൂനിസിന് നേരെ പോലും ആക്രമണം നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം റഫ അതിർത്തി ഭാഗികമായി തുറക്കാനുള്ള ഒരു അനുമതിയൊക്കെ ഇസ്രായേൽ നടന്നിരുന്നു. ഇതൊക്കെ പ്രാബല്യത്തിലായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇന്ന് എവിടെയൊക്കെയായിരുന്നു ആക്രമണം നടന്നത്? ഒപ്പം തന്നെ UN ഇന്നൊരു സുപ്രധാന നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാസർ, അനീഷ, അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും ഈ വെടിനിർത്തൽ കരാർ ദീർഘകാലത്തേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നൊരു ഭാഗത്ത് പറയുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ കൈറോയിൽ തിരക്കിട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഇന്നും തുടർന്നത്. ഖാൻ യൂനിസിലാണ് പ്രധാനമായിട്ടും വ്യോമാക്രമണവും ഷെല്ലാക്രമണവും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എത്ര പേർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയിലാണ് വ്യാപകമായിട്ടുള്ള മറ്റൊരു ആക്രമണം കൂടി അരങ്ങേറിയിരിക്കുന്നത്. അവിടെ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു. പിന്നിട്ട ദിവസങ്ങളിൽ എന്ന പോലെ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലും അതോടൊപ്പം തന്നെ ജെറൂസലം ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിലും വിപുലമായ തോതിൽ തന്നെയുള്ള അതിക്രമ പരമ്പരകൾ അരങ്ങേറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു രണ്ടാം ഘട്ട വെടിനിർത്തലിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇസ്രായേലിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഈ ആക്രമണങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കേവലമായിട്ടുള്ള ഗസയിലും വെസ്റ്റ് ബാങ്കിലും മാത്രമല്ല, ലബനാന് നേരെയും സിറിയക്ക് നേരെയും ഒക്കെയുള്ള ഈ ആക്രമണ പരമ്പരകളിലൂടെ ഇസ്രായേൽ ഒരുപക്ഷെ അമേരിക്കയെയും മധ്യസ്ഥ രാജ്യങ്ങളെയും അറിയിക്കുന്നത് തങ്ങളുടേതായിട്ടുള്ള ഈ അധിനിവേശ താല്പര്യവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതിനെ തടയിടാനോ അതിനെ അമർച്ച ചെയ്യാനോ ഉള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു നീക്കങ്ങൾ ഇനിയും ഉണ്ടാവുന്നില്ല. UN രക്ഷാസമിതി പലവട്ടം യോഗം ചേർന്നിരുന്നു. UN പൊതുസഭയും 1967 മുമ്പുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ മടങ്ങണം, ഗൊലാൻ കുന്നിനും മറ്റുള്ള ഈ അധിനിവേശം അവസാനിപ്പിക്കണമെന്നൊക്കെ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നു എന്നതല്ലാതെ പ്രായോഗികമായിട്ട് ഏതെങ്കിലും ശക്തമായിട്ടുള്ള ഒരു നടപടികൾ കൈക്കൊള്ളാനോ ഇസ്രായേൽ നേതൃത്വത്തെ തിരുത്തിക്കാൻ പോന്നിരിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനോ UN രക്ഷാസമിതിയോ അല്ലെങ്കിൽ UN പൊതുസഭയോ ഇനിയും തയ്യാറാകുന്നുമില്ല. അപ്പോൾ നേരത്തെയൊക്കെ നടന്നതുപോലെ ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥകൾ തന്നെ തുടരുന്നു. ഇന്നിപ്പോൾ യൂനിസെഫിൻ്റെ റിപ്പോർട്ട് വന്നത് നമ്മൾ നോക്കുക. നേരത്തെ ഏതാണ്ട് ഇപ്പോൾ 68,000-ലധികം പേർ മനുഷ്യർ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടവരിൽ തന്നെ 20,000-ഓളം കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ വെടിനിർത്തൽ നിലവിൽ വന്നത് ഒക്ടോബർ 10 മുതലാണ്. അതായത് ഇന്നിപ്പോൾ ഒരു 55 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിലാണ് 70 കുട്ടികളും ഈ ഒരു ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ വെടിനിർത്തൽ പോലും ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനോ അവർക്കും സ്ത്രീകളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യത്തിൽ ഒരു നീക്കവും ഉണ്ടാവുന്നില്ല. കൃത്യമായിട്ടുള്ള വളരെ കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുള്ള അതേ ആക്രമണ പരമ്പരകൾ തന്നെയാണ് ഇസ്രായേൽ ഈ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് യൂനിസെഫിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലും വ്യക്തമാണ്. അനീഷ.